അപ്പോൾ ഇതാണ് നമ്മുടെ ജെൻഡറിൻ്റെ പുസ്തകം അല്ലേ. എല്ലാവരുടെ കയ്യിലുണ്ടോ? ഇനി ഇത് മുഴുവൻ പഠിക്കാൻ നമ്മുടെ സെൽറ്റിൻ്റെ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആക്കി തരും കേട്ടോ. പിന്നെ എന്താണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഈ അടുത്ത വർഷത്തേക്ക് നോക്കാം അങ്ങനെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ജെൻഡർ, എന്താണ് ജെൻഡർ റിലേറ്റഡ് കോൺസെപ്റ്റ്, എന്താണ് ജെൻഡർ, എന്താണ് സെക്സ്, അതാണ് ഫസ്റ്റ് ടോപ്പിക് തന്നെ. സെക്സ് ആൻഡ് ജെൻഡർ എന്താണ് വ്യത്യാസം? സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്, ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് സെക്സിനെ വേർതിരിക്കുന്നത്, എങ്ങനെയാണ് ജെൻഡർ വേർതിരിക്കുന്നത്, അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ ജെൻഡർ റൂൾസ്, ജെൻഡറിന് ഓരോ റൂൾസ് ഉണ്ട്, സൊസൈറ്റി നിയമിച്ച ഒരുപാട് റൂൾസുകളുണ്ട്. അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാൻ പറ്റും. പുസ്തകത്തിൽ അത് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജെൻഡർ റൂൾസ്, ആണ് കരയാൻ പാടില്ല, പെണ്ണേ കരയാൻ പാടുള്ളൂ, കരയുന്ന ആണിന് ആണത്തമില്ല, അതൊരു ജെൻഡർ റൂളാണ്. പിന്നെ വീട്ടിലത്തെ ജോലികൾ സ്ത്രീയാണ് ചെയ്യേണ്ടത്, പുരുഷൻ പുറത്ത് പോയി ജോലി ചെയ്യേണ്ടവനാണ്, കുട്ടിയെ കെയർ ചെയ്യേണ്ടത് സ്ത്രീയാണ്. ഇതൊക്കെ കുറേ ജെൻഡർ റൂൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ കുറേ എഴുതാം കേട്ടോ. മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക്ക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻഡറിൽ ഒരു ടേം ആണ്, പുരുഷന്മാരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു ടേം ആണ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. വേർഡ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്കുലിസം എന്നാണ്. അതായത് പേഴ്സൺ, മെയില് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ആണിനെ പൊക്കണതും താത്തുന്നതും അങ്ങനെയുള്ള ആ ഒരു സംഭവമാണ് മസ്കുലിനിറ്റിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജെൻഡർ റൂൾസ് തന്നെ അതിലും കൊടുത്ത് കുത്തിക്കറ്റാം. പിന്നെ ഫെമിനിറ്റി, നേരെ ഓപ്പോസിറ്റ്, സ്ത്രീയെക്കുറിച്ചാണ് ഫെമിനിറ്റിയിൽ പറയാം. എന്താണ് സ്ത്രീകളുടെ അവകാശങ്ങളും ഡിസ്ക്രിമിനേഷനും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡിസ്റ്റിങ്ഷൻ ആണ് പറയുന്നത്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ ഉള്ള സ്ത്രീയുടെയും പുരുഷൻ്റെ സ്ഥാനം, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്ഥാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ പാട്രിയാർക്കി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷാധിപത്യം എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു വല്യപ്പ, വല്യമ്മ, നമ്മളെ ഭർത്താവ്, നമ്മളങ്ങനെ അമ്മോഷാക്ക് അമ്മയമ്മ, നമ്മളെ ഭർത്താവ് അങ്ങനെയാണെങ്കിൽ അതിൽ പാട്രിയാർക്കി സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മുടെ ഭർത്താവിൻ്റെ ഉപ്പാക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്ഥാനം ഉണ്ടാവുക അല്ലേ. അവരായിരിക്കും കുടുംബത്തിലെ എല്ലാ കാര്യവും തീരുമാനിക്കുക, അവരായിരിക്കും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുക. ആണിനെ പുരുഷാധിപത്യം, അതായത് ഒരു വീട്ടിൽ പുരുഷൻ മുന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പാട്രിയാർക്കി സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെന്താണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിയമം, ഇങ്ങനെയാണ്, ഇതാണ്, എന്താണ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇപ്പോൾ ഒരാണാണെങ്കിൽ ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഒരു പെണ്ണാണെങ്കിൽ ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഇതിനാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൂവ്മെൻ്റ് ആണ്. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫെമിനിസം. അപ്പോൾ അവർ നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്, നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് ഫെമിനിസത്തിൽ പറയുന്നത്. പിന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അതായത് ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വയലൻസ് ഉണ്ട്. സ്ത്രീ ആയതുകൊണ്ട് നേരിടേണ്ട സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഡവറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്ത്രീ ആയതുകൊണ്ട്, പുരുഷനായതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് നമ്മളൊരു വയലൻസ് നേരിടുകയാണെങ്കിൽ അത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. അല്ലെങ്കിൽ ഒരു പുരുഷനായതുകൊണ്ടാണ് ആ ഒരു വയലൻസ് നേരിടേണ്ടിയെന്ന് വന്നാൽ അത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. പക്ഷെ പൊതുവായിട്ടുള്ള വയലൻസുകൾ ഒരുപാടുണ്ട്. വാറ്, പരസ്പരം സ്വത്ത് തർക്കം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതൊക്കെ എന്താണ് പൊതുവായിട്ടുള്ള വയലൻസ് ആണ്. ഇങ്ങനെ ഒരു ജെൻഡറിൽ പെട്ട ഒരു വ്യക്തി ആയത് കാരണമാണ് നമ്മളൊരു വയലൻസ് നേരിടേണ്ടതെന്നുണ്ടെങ്കിൽ അത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ്, സ്ത്രീകൾക്കെതിരെയാണ് കൂടുതലും സെക്ഷൽ ഹറാസ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. നമുക്കറിയാം ഇപ്പം പുറത്തേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നട്ടപ്പാതിര പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ പെൺകുട്ടി അവിടെ സെക്ഷലി ഹറാസ്മെൻറ്റ് നമ്മളിതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. പുരുഷനെ പീഡിപ്പിച്ചു കൊന്നു അങ്ങനെ നമ്മൾ കേട്ടില്ല. സ്ത്രീക്കെതിരെയാണ്, എന്തുകൊണ്ട് എവിടെ ചെന്നാലും സ്ത്രീക്കെതിരെയാണ് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് കൂടുതലും നടക്കുന്നത്. പുരുഷനെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലുള്ളൂ. ചെറിയ മക്കൾ പോലും ഇന്ന് സെക്ഷൽ ഹറാസ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എംപവർമെൻറ്റ്, അതിൽ കുറച്ച് കേസ് സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരവ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ കുറേ വിശദീകരിക്കുന്നത് നമ്മുടെ ഇതിലുണ്ട് കേട്ടോ, നമ്മുടെ ക്രാഷ് കോഴ്സിൽ
ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടോപ്പിക്ക് കവർ ചെയ്യുന്നതെന്ന് മാത്രമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് യൂണിറ്റിലോട്ട് കിടക്കാം. ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. സെക്ഷുവാലിറ്റിയും ജെൻഡറും തമ്മിലുള്ള എന്താണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ട് സോഷ്യൽ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കും. സെക്കൻഡ് യൂണിറ്റിൽ എന്താ പറയുന്നത്, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി അല്ലേ. ജെൻഡറും സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് സെക്ഷുവാലിറ്റി, എന്താണ് സോഷ്യൽ കോൺസെപ്റ്റ്, അതിൻ്റെ ബയോളജി പരമായിട്ടല്ല, പക്ഷെ ജെൻഡർ പരമായിട്ട് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് സൊസൈറ്റി നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ സെക്ഷൽ ബിഹേവിയർ എങ്ങനെയാണ് സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് വുമൻ എംപവർമെൻറ്റിനെ ബാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അതിൽ ഫസ്റ്റത്തേതാണ് കോൺസെപ്റ്റ് ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെക്ഷുവാലിറ്റിയിൽ എന്തൊക്കെയുള്ള സെക്സ്, ജെൻഡർ, ഐഡൻറ്റിറ്റി, റോള്, ഓറിയൻറ്റേഷൻ, പ്ലഷർ, റിപ്രൊഡക്ഷൻ. ഇത് നമ്മളെ ബുക്കിലുണ്ട്, അത് അതുപോലെ തന്നെ എഴുതണം കേട്ടോ. കോൺസെപ്റ്റ് ഓഫ് സെക്ഷുവാലിറ്റി ചോദിക്കുകയാണെങ്കിൽ ഇത് ഓരോന്നും എഴുതുക, അതിനെ ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുക, ഇതിനെ വിശദീകരിക്കുക. അപ്പം ഇത് നമ്മുടെ ഡിസയറും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ സ്വഭാവവും നമ്മുടെ റിലേഷൻഷിപ്പും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സോഷ്യൽ, കൾച്ചർ, പൊളിറ്റിക്കലും റിലീജിയസ് ഫാക്ടറാണ് ഇതിനൊക്കെ ഷേപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡിൻ്റെ പ്രിഫറൻസ് പോലെയാണെന്നാണ് പറയുന്നത്. സെക്ഷുവാലിറ്റി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല, അത് ചിലപ്പോൾ എന്താവും ജെൻഡറിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കാസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ ക്ലാസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ റിലീജിയൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെ ചേഞ്ച് വരാം. സൊസൈറ്റി ഡിഫൈൻസ് വാട്ട് ഈസ് നോർമൽ. എക്സാമ്പിൾ ഓൺലി മെൻ ആൻഡ് വുമൺ മാരേജ്. സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് എന്താണ് നോർമൽ, എന്താണ് നോർമൽ അല്ലാത്തത്. ആണും പെണ്ണും വിവാഹം കഴിക്കാൻ പാടുള്ളൂ, പെണ്ണും വിവാഹം കഴിക്കൽ തെറ്റാണ്, അതൊക്കെ സൊസൈറ്റി തീരുമാനിക്കുകയാണ്. പിന്നെ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസയർ, അതായത് നമ്മുടെ ഡിസയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് അല്ല. ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇറ്റ് ക്യാൻ ഒക്യൂർ ബിറ്റ്വീൻ എനി ടു പീപ്പിൾ. ഏതെങ്കിലും രണ്ടാളുകളോട്, ചിലപ്പോൾ ആണിനോടായിരിക്കാം, പെണ്ണിനോടായിരിക്കാം, ചിലപ്പോൾ ആണിനോടും പെണ്ണിനോടും ഒരേ സമയം അട്രാക്ഷൻ തോന്നുന്നവരുണ്ട്. അതാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൂയിഡ് പോലെയാണ്, അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന വിവിധ തരത്തിലായിരിക്കും. സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്യണം ഈ ഡൈവേഴ്സിറ്റി എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ സെക്ഷൽ ഹൈറാർക്കി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് മെയിൽ ഡൊമിനൻസ്. അത് തന്നെയാണ് സെക്ഷലിലും പറയുന്നത്. സൊസൈറ്റി അക്സെപ്റ്റ് ഓൺലി ഹെട്രോസെക്ഷൽ മാരീഡ് കപ്പിൾസ് ഓഫ് ദി സെയിം കാസ്റ്റ് റിലീജിയൻ. അതായത് സെയിം കാസ്റ്റത്തെ അല്ലെങ്കിൽ സെയിം റിലീജിയനത്തെ ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിന് പുറമേ നിന്ന് ഒരാളാണെങ്കിൽ അത് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടതും സെയിം സെക്സ് കപ്പിൾസ് ആണെങ്കിൽ ഇപ്പോൾ ആണും പെണ്ണും അല്ലെങ്കിൽ മറ്റ് മുസ്ലിം ഹിന്ദുവിനെ കെട്ടുക, അല്ലെങ്കിൽ എന്താണ് ബ്രാഹ്മൺസ് ദലിറ്റ്സിനെ കെട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ് ഇതിന് എതിരാണ്. പീപ്പിൾ വിത്ത് ദിസ് ചാംഡ് സർക്കിൾ എൻജോയ് മോർ റൈറ്റ്സ്. ഈ ചാംഡ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കിളാണ്. ആ സർക്കിളിൽ ജീവിക്കുന്നവർക്ക് ഒരുപാട് സോഷ്യൽ റെസ്പെക്റ്റ് കിട്ടും, അങ്ങനെയുള്ളതാണ്. പക്ഷെ ചാം സർക്കിളിൻ്റെ പുറത്ത് ജീവിക്കുന്നവർക്ക് അത് കിട്ടില്ല എന്നാണ് പറയുന്നത്. സെയിം സെക്സ് ഡിസയർ ആണ് പിന്നെ പറയുന്നത് അബ്നോർമലാണ് സൊസൈറ്റിയിൽ സെയിം സെക്സ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഫാമിലി വയലൻസ്, സ്കൂളിൽ വർക്ക് പ്ലേസിലൊക്കെ അതിന് എക്സ്ക്ലൂഷന്, അതായത് പുറംതള്ളപ്പെടാറുണ്ട്. ഈ ഡിസയർ ഒരു ചലഞ്ചാണ് പാട്രിയാർക്കി സിസ്റ്റത്തിനും ജെൻഡർ റൂൾസിനും. സോ അവരെന്തായാലും അടിച്ചമക്കപ്പെടുകയാണ്. പിന്നെ എന്താണ് ഗുഡ് വുമൺ എന്താണ്, ബാഡ് വുമൺ എന്താണ്. ഒരു ഗുഡ് വുമൺ എന്തൊക്കെയാണ്, അവൾ സൈലൻ്റ് ആയിരിക്കണം, അവൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ബാഡ് വുമൺ എന്താണ്, അവൾക്ക് ചോയ്സുകളില്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുന്നവൾ. അല്ല, ഗുഡ് വുമൺ എന്ന് പറഞ്ഞാൽ എന്താണോ സോഷ്യൽ റൂൾസ് അത് ഫോളോ ചെയ്യുന്നവൾ. ബാഡ് വുമൺ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ റൂൾസിനെതിരെ ജീവിക്കുന്നവൾ, അവളുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണെങ്കിൽ അത് ബാഡ് വുമൺ ആണ്. ഈ ലാബിൽ കൺട്രോൾ ചെയ്യുന്നത് വുമൺ സെക്ഷൽ ഫ്രീഡാണ്. പിന്നെ എന്താണ് സെക്ഷൽ പ്ലഷറും എംപവർമെൻറ്റുമാണ് അടുത്ത് പറയുന്നത്. സൊസൈറ്റി നെഗറ്റീവ് സെക്ഷുവാലിറ്റിയുടെ നെഗറ്റീവ് സൈഡാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്ലഷർ ആൻഡ് ഡിസയർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. വുമൺ ആർ ജഡ്ജ് ഇഫ് ദേ സേ യെസ് ഓർ നോട്ട്. റിലേഷൻഷിപ്പിൽ ഒരു പെണ്ണിനോ എന്ന് പറയുകയാണെങ്കിൽ അതിൽ ജഡ്ജ്മെൻറ്റ് വരുന്നതാണ്. റിയൽ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുമൺ ഫ്രീ ആയിട്ട് അവളുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് അവൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അവൾക്ക് ഫ്രീ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ റിയൽ എംപവർമെൻറ്റ് ഇൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞല്ലോ, സെക്ഷുവാലിറ്റിൻ്റെ കോൺസെപ്റ്റ്സ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗുഡ് വുമണും ബാഡ് വുമണും അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ സെക്കൻഡ് യൂണിറ്റിലെ. ഇനി തേർഡ് യൂണിറ്റിലോട്ട് കിടക്കുമ്പം മസ്കുലിനിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തേർഡ് യൂണിറ്റ് മസ്കുലിനിറ്റിയാണ്. മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പുരുഷന്മാരുടെ അല്ലെ ജെൻഡർ സൊസൈറ്റി പുരുഷന്മാരിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് മസ്കുലിനിറ്റി എന്നുള്ള ആ ഒരു പ്രതീക്ഷക്കൊത്ത പുരുഷനെയാണ് മസ്കുലിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ടോക്ക് ഓഫ് മസ്കുലിനിറ്റി, മസ്കുലിനിറ്റിയെ കുറിച്ച് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? ജെൻഡർ ഇഷ്യൂ ആയിട്ടുള്ള ജെൻഡർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുമൻസിനെ മാത്രമല്ല പുരുഷന്മാരെയും ബാധിക്കുന്നുണ്ട്. അത് ഈ മസ്കുലിനിറ്റി ബാധ്യതയാണ്. മെൻ ആൻഡ് ബോയ്സ് ഓൾസോ സഫർ ഫ്രം സ്റ്റീരിയോടൈപ്പ് കാരണം ആണുങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. മെൻ ആർ സബ്ജക്ട് ഹൈയാർക്കിൽ പവർ റിലേഷൻ ആണെങ്കിൽ പോലും മസ്കുലിനിറ്റിനെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സൊസൈറ്റി ജെൻഡർ ഇഷ്യൂ ഇതൊക്കെ ആണുങ്ങളും മനസ്സിലാക്കിയിരിക്കണം. സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. വുമൺ ഡിമാൻഡ് ഈക്വാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പീസ് കനോട്ട് ബി അറ്റൻഡ് വിത്തൗട്ട് ആക്റ്റീവ് സപ്പോർട്ട് ഓഫ്. ഈ സ്ത്രീകൾ അവകാശപ്പെടുന്നതൊന്നും ആണുങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. ടു അണ്ടർസ്റ്റാൻഡ് ദി ഇഷ്യൂ ഓഫ് മെയിൽ വയലൻസ് അഗേൻസ്റ്റ് വുമൺ അണ്ടർസ്റ്റാൻഡിങ് കൺസ്ട്രക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ഈസ് എ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനാണ് മസ്കുലിനിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇനി മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഡെഫിനിഷൻസ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ മസ്കുലിനിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മസ്കുലിനിൽ എങ്ങനെ ആയിരിക്കണം ഒരു പുരുഷൻ എന്നുള്ള അക്സെപ്റ്റബിൾ എന്നുള്ളത് ഇതിൽ കൊടുത്ത് പേജ് നമ്പർ 33 കൊടുത്തിട്ടുണ്ട്. റാഷണൽ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, സ്മാർട്ട് ആയിരിക്കണം, ഇൻഡിഫറൻറ്റ് ആയിരിക്കണം, അഗ്രസീവ് ആയിരിക്കണം, ബ്രേവ് ആയിരിക്കണം, വയലൻ്റ് ആയിരിക്കണം, ഡൊമിനേറിങ് ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇതൊന്നും അല്ലാത്തവൻ ആരാണ്? പുരുഷനല്ല, പുരുഷത്വം ഇല്ലാത്തവനാണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ മസ്കുലിനിറ്റി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ മസ്കുലിനിറ്റിൻ്റെ കുറച്ച് ഫോംസ് പറയുന്നത് ഹെഗ്മോണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മസ്കുലിനിറ്റി ഫോം ഓഫ് മസ്കുലിനിറ്റി ഡൊമിനൻ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മസ്കുലിനിറ്റിയാണ്. അതായത് ഞാനാണ്, പുരുഷനാണ് വലുത് എന്നുള്ള ആ ഒരു ഫോക്കസ്, അതിനാണ് ഹെഗ്മോണിക് എന്ന്. സബോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമിനൻ്റ് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് മാൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ സബോർഡിനേറ്റ് മസ്കുലിനിറ്റി എന്ന് പറയും. കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് മസ്കുലിനിറ്റിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ആഘോഷിക്കുന്നുണ്ടാവും, അതിനുള്ള ലിമിറ്റും ഉണ്ടാവും. മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർപ്ലേ ഓഫ് ജെൻഡർ വിത്ത് അതർ സ്ട്രക്ചേഴ്സ്, ക്ലാസ്, റേസ്, കാസ്റ്റ് ഇതിനൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ടാവുന്ന മസ്കുലിനിറ്റിയാണ് മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. പിന്നെ പാർഷ്യാലിറ്റി ആൻഡ് മസ്കുലിനിറ്റി എന്താണ്? രണ്ടും ബോത്ത് ലിങ്ക്ഡ് ആണ്. മസ്കുലിനിറ്റി പാർഷ്യാലിറ്റിയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെന്താണ്? മസ്കുലിനിറ്റി ആൻഡ് വയലൻസ് അഗേൻസ്റ്റ് വുമൺ. പിന്നെന്താണ്? സെക്ഷുവാലിറ്റി മസ്കുലിനിറ്റി തമ്മിൽ എന്താണ്? മീഡിയയുടെ റോൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മളോട് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മസ്കുലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് മൊത്തം ഷോർട്ടാക്കിയിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. മസ്കുലിനിറ്റിയെ കുറിച്ചിട്ട് എഴുതാനും കുറേ കണ്ടിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണോ? 5th യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഫാമിലിയെ കുറിച്ചായി നാച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി ഫാമിലി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷനലിസം കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് പേഴ്സൺസ്, സോഷ്യാലിറ്റി ഫെമിനിസം, ലിബറൽ ഫെമിനിസം, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടല്ലോ, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതകളാണ്. അപ്പോൾ ആ സോഷ്യൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം എന്താണ്, ലിബറൽ ഫെമിനിസം എന്താണ്, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ട് എഴുതാം കേട്ടോ. പിന്നെന്താണ്? ഫാമിലിയിൽ പെൺകുട്ടികൾക്കുള്ള വില, അവരെ ഫാമിലിയിൽ അവർക്ക് കിട്ടുന്ന വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദലിത് ഫെമിനിസ്റ്റും ഫാമിലി സ്റ്റഡിയിൽ നിന്നുള്ള. പിന്നെ ഡൊമസ്റ്റിക്, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് വയലൻസ് നടക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്കെതിരായിട്ട്, അതിനെക്കുറിച്ചിട്ടാണ് ആണേക്കൊരു ആസസ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ള പേജ് നമ്പർ 61. സബഡിങ്സ് സെയിം ആയിട്ട് കൊടുക്കുക, ബാക്കി അണ്ടർലൈൻ ചെയ്തിട്ട് പോവാം കേട്ടോ. ഡെഫിനിഷൻസ് ആൻഡ് മീനിങ് ഓഫ് മാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫോംസ് ഓഫ് മാരേജ് ഉണ്ട്, മോണോഗോളി, പോളിഗോമി, അങ്ങനെയുള്ളൊരു സംഭവം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫെമിനിസ്റ്റ് തിയറീസ് ഓൺ മാരേജിനെ കുറിച്ചിട്ടുള്ള ഫെമിനിസ്റ്റുകളുടെ തിയറി പറയുന്നുണ്ട്.
അതത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് യൂണിറ്റ് 6th യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മദർഹുഡ് ആണ് 6th യൂണിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് മദർഹുഡ് എന്നുള്ളതും ഫാദർഹുഡ് എന്നുള്ളതും. മദർഹുഡ് പാട്രിയാർക്കി സിസ്റ്റം, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, മെറ്റീരിയൽ ബോഡി, ക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇതിൽ സരോഗസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, റീപ്രൊഡക്ഷൻ ആൻഡ് സരോഗസി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ടംപററി ചലഞ്ചസ് ആൻഡ് ബ്രേക്ക് ത്രൂസ്. സരോഗസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വാടക ഗർഭം എന്ന് പറയുമല്ലോ, അതാണ് ഈ സരോഗസി പറയുന്നത് കേട്ടോ. ഡബിൾ ബേർഡൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ത്രീകളല്ലേ, അതായത് നമ്മൾ സ്ത്രീകളുടെ പൊതുവായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചർ അതാണ് സംഭവം. പുരുഷന്മാരാണെങ്കിലാണ് കുട്ടികളെ പുറത്ത് പോയി നോക്കി ജോലി ചെയ്ത് ജീവിപ്പിക്കേണ്ടത് പുരുഷന്മാരുടെ ബാധ്യതയാണ്. വീട്ടിൽ കെയർ ചെയ്യേണ്ടത് പെണ്ണുങ്ങളാണ്, അവർക്കതിന് വാല്യൂ ഇല്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. യൂണിറ്റ് 7 ജെൻഡറിങ് വർക്കാണ്. ട്രഡീഷണൽ ആയിട്ട് കുറച്ച് ഡിസ്കോഴ്സസ് ഉണ്ട്. ഇന്ന ജോലികളെ സ്ത്രീകൾ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ജോലികളെ പുരുഷന്മാർ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ. പിന്നെ കോണ്ടംപററി ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് ആൻഡ് റിപ്രൊഡക്റ്റീവ് വർക്ക്. ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവ് വർക്ക് ജെൻഡർ മെയിലിനുള്ളതാണ്, അതായത് പണം സമ്പാദിക്കുന്ന വർക്ക്. റിപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ കുട്ടികളെ നോക്കുക, മുതിർന്നവരെ നോക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക, അതിനാണ് റിപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്. അതാർക്കുള്ളതാണ്? അത് സ്ത്രീകൾക്ക്. അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ പെയ്ഡ് കെയർ വർക്ക്, നമ്മൾ കെയർ വർക്ക് തന്നെ പെയ്ഡായിട്ട് ഹോം നേഴ്സ് കാര്യങ്ങൾ, അതാണ് പെയ്ഡ് കെയർ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഓഫ് വുമൺ, ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ്, പാർട്ടിസിപ്പേഷൻ ഇൻ എക്കണോമിയിലെ പാർട്ടിസിപ്പേഷനിൽ ജെൻഡറിന് ഭയങ്കര റോളുണ്ട്. പുരുഷന്മാർ ജോലിക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഇൻകം നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യും, സ്ത്രീകളത് നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യൂല. അങ്ങനെയുള്ള കാര്യങ്ങൾ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, വയലൻസ്, വൾനറബിലിറ്റി, വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് വയലൻസ് നേരിടേണ്ടി വരാറുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. യൂണിറ്റ് 8 കിടക്കുമ്പോൾ ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് ആൻഡ് ലേബർ മാർക്കറ്റാണ് പറയുന്നത്. വർക്കിൽ എന്യൂമറേഷൻ ഓഫ് വർക്ക്, അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോലിക്ക് കിട്ടുന്ന സാലറി ആണിനും പെണ്ണിനും തുല്യമല്ല. പിന്നെന്താണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് വുമൻസ് വർക്ക്, അണ്ടർ ഫെമിനേഷൻ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഗ്ലോബലൈസേഷൻ ആൻഡ് വുമൺ, ഡീസൻറ്റ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? എംപ്ലോയ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രൈസ്, റൈറ്റ് അറ്റ് വർക്ക്, സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡയലോഗ്സ്. ഫെമിനൈസേഷൻ, എംപ്ലോയ്മെൻറ്റ്, മാർജിനലൈസേഷൻ, സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസിൽ നടക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റുകൾ കുറേ ഉണ്ട്. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് കണ്ടും കേട്ടുള്ളത് തന്നെ നമുക്ക് എടുത്തിട്ട് എഴുതാം. സെക്സ് വർക്കിനെ കുറിച്ചിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് സെക്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ. പിന്നെ ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ പുരുഷന്മാർക്കായിരിക്കും പ്രൊമോഷൻ കിട്ടുക. അതാണ് ഈ ഗ്ലാസ് സീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതേമാതിരി ഡബിൾ ബേർഡൻ, അത് ഇതിൽ ഏതോ ഒരു യൂണിറ്റിലുണ്ട് ഡബിൾ ബേർഡ്. അതിൽ തന്നെയാണ് 8th യൂണിറ്റിൽ തന്നെയാണ് ഡബിൾ ബേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പുറത്ത് പോയി ജോലിയും ചെയ്യണം, വീട്ടിലത്തെ ജോലിയും ചെയ്യണം. അപ്പോൾ സ്ത്രീകൾക്ക് ഡബിൾ ബേർഡനാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റും. ഇനി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഉണ്ടല്ലോ, അത് വളരെ ചുരുങ്ങിയ ഫീസിൽ 100 രൂപക്ക് നമ്മൾ ഫുൾ സബ്ജക്റ്റിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വെറും 100 രൂപ, 350 രൂപേൻ്റെ കോഴ്സാണ്. ഇന്നൊരൊറ്റ ദിവസമേ ഉള്ളൂ, ബാലൻസ് ഉള്ളൂ എന്നുള്ളത് കാരണം കൊണ്ട് 100 രൂപക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. പിന്നെ 9th യൂണിറ്റിലോട്ട് കിടക്കും. 9th യൂണിറ്റ് ആണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. 10th യൂണിറ്റിലോട്ട് കിടക്കുമ്പോൾ ഡിസേബിലിറ്റിനെ കുറിച്ചിട്ടാണ്. ഡിസേബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മനാ ഡിസേബിലിറ്റി ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഹാൻഡിക്യാപ്ഡായി പോകാറില്ല. പല ഡിസേബിലിറ്റി, കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ബുദ്ധിക്ക് കുറവുള്ളവർ, അങ്ങനെ ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ട്. ഡിസേബിലിറ്റി ജെൻഡറിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ ഡബിൾ ബേർഡൻ ആവും അവർക്ക്. ഒരു ഡിസേബിൾ എന്നുള്ളതും രണ്ടാമത് അവർ സ്ത്രീ എന്നുള്ളതും, അങ്ങനെ 2 വയലൻസ് അവർ നേരിടേണ്ടി വരും. പിന്നെ അവരുടെ കല്യാണ വിഷയങ്ങളിലൊക്കെ അത് നന്നായിട്ട് ബാധിക്കും. ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ ഭയങ്കര മടിയായിരിക്കും, പക്ഷേ ഡിസേബിൾ ആയിട്ടുള്ള പുരുഷനെ കെട്ടാൻ പലപ്പോഴും സാധിക്കാറുമുണ്ട്. പിന്നെ അവരുടെ എഡ്യൂക്കേഷന്, ഫിസിക്കൽ ആക്സസിന്, എല്ലാത്തിനെയും പെണ്ണുങ്ങളെയാണ് കൂടുതൽ, സ്ത്രീകളെയാണത് ബാധിക്കാറ്.
ഡിസേബിലിറ്റി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡിസേബിലിറ്റിയിൽ പറയുന്നത് കേട്ടോ. യൂണിറ്റ് 11 കിടക്കുമ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. GBV അങ്ങനെയാണ് ചിലപ്പോൾ കൊടുക്കട്ടെ. GBV ജെൻഡർ ബേസ്ഡ് വയലൻസ്. നമ്മൾ നേരത്തെ ഒന്ന് അതിനൊരു ഹിന്ദി ഇട്ട് പോയി. എന്തായിരുന്നു ജെൻഡർ ബേസ്ഡ് വയലൻസ് പറഞ്ഞാൽ? ജെൻഡർ ആയതുകൊണ്ട് അവൻ പുരുഷനായതുകൊണ്ട് വയലൻസ് നേരിടുന്നു, സ്ത്രീ ആയതുകൊണ്ട് ഈ വയലൻസ് നേരിടേണ്ടത്. ഇതാണ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് പേജ് നമ്പർ 133. അത് അതുപോലെ തന്നെ എഴുതാം കേട്ടോ. ഉള്ളിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. വയലൻസ് ഇൻ ദ ഫാമിലി, വയലൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി, വയലൻസ് പെർപ്പറേറ്റഡ് ഓർ കോണ്ടൻഡ് ബൈ ദ സ്റ്റേറ്റ്. ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രഫ്കിൻ ആസിഡ് അറ്റാക്ക്, ഇതിൻ്റെയൊക്കെ കേസ് സ്റ്റഡീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഹോണോർ ക്രൈംസ് ഒക്കെ ഈ ഒരു ഫുൾ യൂണിറ്റിൽ നിങ്ങൾക്ക് ചുരുക്കിയിട്ട് എഴുതിയിട്ട് ജെൻഡർ ബേസ്ഡ് വയലൻസിന് നമുക്കൊരു 4-5 പേജ് ആക്കിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സെക്ഷൽ ഹറാസ്മെൻ്റ് ആയിട്ട് വർക്ക് പ്ലേസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണിത്. വർക്ക് പ്ലേസിൽ നടക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ് നമുക്ക് പ്രസിദ്ധി കിട്ടണമെങ്കിൽ, എന്താ പറയുക, പ്രൊമോഷൻ കിട്ടണമെങ്കിൽ സഹകരിക്കണം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിലും ഒരുപാട് കേസ് സ്റ്റഡികൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ജെൻഡറും ലാംഗ്വേജും. ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലാംഗ്വേജസ് ഉണ്ട്. അതായത് എന്താ പറയുക, പുരുഷനൊരു ഭാഷ, സ്ത്രീക്കൊരു ഭാഷ എന്ന് പറയും. അപ്പോൾ അതായത് ആ ഭാഷ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സ്ത്രീ വളരെ സോഫ്റ്റായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്, പുരുഷനാണെങ്കിൽ ഭയങ്കര ബോൾഡായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. അങ്ങനെയല്ല. ജെൻഡർ ഡിഫറൻസ് ഇൻ വൊക്കാബുലറി എന്നുള്ളതിൽ കളർ വേർഡ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, സ്വേർ വേർഡ്സ് ആൻഡ് എക്സ്പ്രറ്റീവ് ഇതൊക്കെ ഇതുപോലെ തന്നെ എഴുതുക. അതിനുള്ളിലുള്ള വിശദീകരിക്കാനുള്ളത് ഓൺ വേർഡ്സിൽ വിശദീകരിക്കാം കേട്ടോ. പിന്നെ മീഡിയയും ജെൻഡറും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് യൂണിറ്റ് 14 പറയുന്നത്. എന്താണ് മീഡിയ ജെൻഡറിനെ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവരുടെ റോൾ തന്നെ അതിൽ പാവങ്ങൾ. ഇപ്പോൾ സീരിയലൊക്കെ വഴി കാണിക്കുകയാണെങ്കിൽ അവൾ വീക്കാണ് എന്നുള്ളതൊക്കെയാണ് കൂടുതലും സീരിയൽ. പിന്നെ സിനിമയിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, എപ്പോഴും ഹീറോക്കാണ് പവർ കൂടുതൽ. അതിൻ്റെ സെക്കൻഡറി ക്യാരക്ടർ മാത്രമായിരിക്കും ഹീറോയിനുള്ളത്. കഥ എപ്പോഴും ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഹീറോ ആയിരിക്കും, പുരുഷനായിരിക്കും. സ്ത്രീക്കാണത്. ഇനി പരസ്യത്തിൽ കൂടുതലും പുരുഷനെ ബേസ് ചെയ്തിട്ടുള്ള പരസ്യത്തിൽ പോലും സ്ത്രീയെ വെക്കാറുണ്ട്. എന്തിനാണ്? അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. വിവിധ തരം മീഡിയകളെ കുറിച്ച് പറയുന്നുണ്ട്. വുമണും മീഡിയയും അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് കേട്ടോ. വുമൺ ഇൻ ദ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കുക. പിന്നെ റീഡിങ് ആൻഡ് വിഷ്വലൈസിങ് ജെൻഡർ, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് അല്ല കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ ഇതിൻ്റെ പോസ്റ്ററുകൾ ഇട്ടിട്ടുണ്ട്, ഇതിനെ ഷോർട്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ അത് നോക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ അത് എളുപ്പമാവും. പിന്നെ എഴുതേണ്ട രൂപം പറഞ്ഞല്ലോ, ഹെഡിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, ബാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. പിന്നെ എന്താണ്, നാളെ ആദ്യമായിട്ട് എക്സാമിന് പോകുന്നവർ ശ്രദ്ധിക്കുക, ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ ഇഗ്നോയുടെ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവും, അവരെ ഓഫീസർമാരുടെ അടുത്ത് നിന്ന് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നും തന്നെ ബോട്ടിലോ പൗച്ച് അങ്ങനെ ഒരു സാധനം എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. വെറും പെന്നും പെൻസില്, പേന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെയുള്ള ID കാർഡും സൂക്ഷിച്ച് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതി അടിപൊളിയായിട്ട് പാസ്സാവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Thank you. It's Mrs. Samsu signing out. Thank you for watching. Bye-bye.